ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 5ാം ക്ലാസ്സിൻ്റെ നാളത്തെ പരീക്ഷയായിട്ടുള്ള മാത്സിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ മറ്റൊരു വീഡിയോസും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും വെക്കാം. സോ നമുക്കിവിടെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് മെഷർ മാത്ത് എന്ന് പറഞ്ഞ പാഠവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ ഒരു മോഡലുള്ള ചോദ്യം നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഹൗ ഡു വി റൈറ്റ് 3.275 kilograms ഇൻ ഫ്രാക്ഷണൽ ഫോം? എങ്ങനെയാണ് 3.25 kilograms ഫ്രാക്ഷണൽ ഫോമിലേക്ക് മാറ്റി എഴുതുക? പിന്നെ ചോദിച്ചിട്ടുള്ളത് ഹൗ ഡു വി റൈറ്റ് ദിസ് ഇൻ കിലോഗ്രാംസ് ആൻഡ് ഗ്രാംസ്? ഇതിനെ കിലോഗ്രാംസിലേക്കും ഗ്രാംസിലേക്കും മാറ്റി എഴുതുക. മൂന്നാമത്തെ ചോദ്യം ഹൗ ഡു വി റൈറ്റ് ദിസ് ഇൻ ഗ്രാംസ് എലോൺ? ഈ 3.25 ഗ്രാമിൽ മാത്രമായിട്ട് നമ്മൾ എങ്ങനെയാണ് എഴുതുക? ഈ 3 കാര്യങ്ങളാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 3.275 kilogram എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇതിനെ ഫ്രാക്ഷൻ ഫോമിലേക്ക് മാറ്റാൻ. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? പോയിന്റിന് മുൻപേ വന്നിട്ടുള്ള 3നെ അതേപോലെ എടുത്ത് താഴേക്ക് എഴുതുക. ഒരു ഫ്രാക്ഷൻ എന്ന് പറയുന്നത് A/B എന്നാണല്ലോ. അതായത് ന്യൂമറേറ്റർ ഉണ്ടാവും, അടിയിൽ ഡിനോമിനേറ്റർ ഉണ്ടാവും. ഇവിടെ ന്യൂമറേറ്റർ ആയിട്ട് പോയിന്റിന് ശേഷം വന്ന 275നെ എടുത്തെഴുതുക. ഇനി ഡിനോമിനേറ്ററിലായിട്ട് പോയിന്റിന് ശേഷം എത്ര നമ്പേഴ്സ് വന്നു? 3 എണ്ണം. സോ 3 പൂജ്യമുള്ള ആളെയാണ് നിങ്ങൾ ഡിനോമിനേറ്ററിൽ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് 1000 എന്ന് കിട്ടി. ഇവിടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് 3275/1000. ഇതാണ് നമുക്ക് കിട്ടിയ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി ബി ക്വസ്റ്റ്യൻ ആയിരുന്നു കിലോഗ്രാമും ഗ്രാമുമായിട്ട് എഴുതാൻ. 3.275നെ കിലോഗ്രാം എത്രയാണ്, ഗ്രാം എത്രയാണെന്നാണ് നമ്മൾ വേർതിരിച്ച് എഴുതേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കുക, പോയിന്റിന് മുൻപേ വന്ന 3 ഇല്ലേ, അതാണ് കിലോഗ്രാം. ഇവിടെ 3 കിലോഗ്രാം ആണുള്ളത്. പോയിന്റിന് ശേഷം വന്ന 275 ഇല്ലേ, അതാണ് ഗ്രാം. ഇവിടെ 3 കിലോഗ്രാമും 275 ഗ്രാംസുമാണ് ഉള്ളത്. ഇനി മൂന്നാമത്തേതായിരുന്നു ചോദിച്ചിട്ടുള്ളത് ഗ്രാംസിൽ മാത്രമായിട്ട് എഴുതാനും. ഗ്രാംസിൽ മാത്രം എഴുതണമെങ്കിൽ നമ്മൾ പറഞ്ഞു 3.275 എന്ന് പറയുന്നതിൽ 275 എന്താണ്? ഓൾറെഡി ഗ്രാം ആണ്. 3 എന്നുള്ളത് കിലോഗ്രാം ആണ്. ഇനി ഈ കിലോഗ്രാമിനെയാണ് നമ്മൾ ഗ്രാമിലേക്ക് മാറ്റേണ്ടത്. 275 ഓൾറെഡി ഗ്രാം ആണല്ലോ, അത് അവിടെ കിടക്കട്ടെ. 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 3 കിലോഗ്രാം എത്രയാണ്? 3 × 1000 3000 ഗ്രാംസ് ആണ്. 3 കിലോഗ്രാമിനെ നമ്മൾ കൺവേർട്ട് ചെയ്തു 3000 ഗ്രാംസ് ആണെന്ന് കണ്ടെത്തി. ഇനി 3000 + 275 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3275 ഗ്രാം എന്ന് കിട്ടി. ഗ്രാമിൽ മാത്രമായിട്ട് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഇനി ഇത് കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു ട്രിക്ക് പറഞ്ഞു തരാം. 3.275 അല്ലേ, ഇതിലെ പോയിന്റ് അങ്ങ് എടുത്ത് ഒഴിവാക്കുക. 3275 എന്ന് കിട്ടിയില്ലേ, ഇതല്ലേ നമ്മൾ നേരത്തെ കണ്ടെത്തിയ ആൻസറും. സോ നിങ്ങൾ ഗ്രാമിൽ മാത്രം എഴുതണമെങ്കിൽ ആ പോയിന്റ് ഒഴിവാക്കി എഴുതിയാലും ആൻസർ കിട്ടുന്നതാണ്. നമ്മൾ ഈ ഒരു മോഡലിലെ ക്വസ്റ്റ്യൻ, നമ്മൾ ഈ പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. സോ അതിൻ്റെ ലിങ്ക് വേണ്ടവർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് ചോദിച്ചാൽ മതി. ആ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിൻ്റെ വീഡിയോ കണ്ട് നോക്കുക. അടുത്തൊരു ചോദ്യം നോക്കാം. ഇഫ് 9 liters ഓഫ് മിൽക്ക് ഈസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 4 kids, ഹൗ മച്ച് വുഡ് ഈച്ച് ഗെറ്റ് ഇൻ ലിറ്റേഴ്സ്? അതായത് ഇവിടെ നമ്മുടെ കയ്യിൽ 9 ലിറ്റർ പാലുണ്ട്. അത് നമ്മൾ എത്ര ആൾക്കാർക്ക് കൊടുക്കണം? 4 ആൾക്കാർക്ക് ഈക്വലായിട്ട്, തുല്യമായിട്ട് നമ്മൾ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്ക് ഈച്ച് ആൾക്കാർക്ക് എത്രയാണ് കിട്ടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് 9 liters 4 ആൾക്കാർക്ക് കൊടുക്കുന്നു എന്നാണ്. സോ ഒരാൾക്ക് കിട്ടുക 9/4 ആണ്. 9നെ 4 ആൾക്കാർക്ക് വീതിച്ച് കൊടുക്കുക. സോ ഇവിടെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 4നെക്കാട്ടിലും വലുതല്ലേ. അപ്പോൾ നമ്മൾ ഇതിനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതണം. മിക്സഡ് ഫ്രാക്ഷനിലേക്ക് എങ്ങനെ മാറ്റി എഴുതുക? നിങ്ങൾ ആദ്യം 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 9ൽ 2 4 ആണ്, 2 4 8, ബാലൻസ് 1 എന്ന് കിട്ടും. ഇതിനെ മിക്സഡിലേക്ക് എഴുതുമ്പോൾ ആദ്യം നിങ്ങൾ മുകളിൽ കിട്ടിയിട്ടില്ലേ അതില്ലേ, അതിനെ പുറത്തേക്ക് എടുത്ത് എഴുതുക. അടിയിൽ കിട്ടിയിട്ടുള്ള റിമൈൻഡറിനെ ന്യൂമറേറ്റർ ആക്കുക, 4നെ ഡിനോമിനേറ്റർ ഒക്കെ. 2 1/4 ലിറ്റർ ഓഫ് മിൽക്കാണ് ഒരാൾക്ക് കിട്ടുന്നത്. ഓക്കെ.
അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് 1 day = ഡാഷ് മിനിറ്റ്സ്. ഒരു ദിവസം എന്ന് പറയുന്നത് എത്ര മിനിറ്റ്സ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണെന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാലോ. ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്. ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. മണിക്കൂറിൻ്റെ ഉള്ളിൽ 60 മിനിറ്റുകളുണ്ട്. ഇനി 1 മിനിറ്റ് ആണെങ്കിലോ, 1 മിനിറ്റിൻ്റെ ഉള്ളിൽ എത്ര സെക്കൻഡ് ഉണ്ട്? സെക്കൻഡ് സൂചി 1 മിനിറ്റിൻ്റെ ഉള്ളിൽ സെക്കൻഡുകൾ 60 സെക്കൻഡുകളുണ്ട്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മളോട് ഒരു ദിവസം എത്ര മിനിറ്റ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ദിവസം 24 മണിക്കൂറാണെന്ന് നമുക്കറിയാം. ഇനി 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ എത്ര മിനിറ്റ് ഉണ്ടെന്ന് നോക്കണം. 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റുകളാണല്ലോ. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ 60 മിനിറ്റുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ 24 60 മിനിറ്റുകളില്ലേ? സോ 24 മണിക്കൂർ എത്ര മിനിറ്റ് ആണെന്ന് കാണാൻ വേണ്ടിയിട്ട് 24 × 60 24 × 60 ചെയ്യാം. 24 × 60 എന്നുള്ളത് 24 × 6 ആദ്യം ചെയ്യാം. 4 6 24 ആണ്. 4 ഇത് 2 ബാലൻസ്. 2 × 6 12. 12 + 2 14. 144 എന്ന് കിട്ടി. ഇനി നേരത്തെ നമ്മൾ മാറ്റി എഴുതിയ 0. എന്നപ്പോൾ നമുക്ക് എത്രയാണ്? 1440 മിനിറ്റ്സ് ആണ് 24 hour എന്ന് പറയുന്നത്. അതാണ് നമ്മളിപ്പോൾ കണ്ടെത്തിയത്. നമുക്കറിയാം എന്താണ് 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസമല്ലേ. സോ ഇവിടെ നമ്മൾ കണ്ടെത്തി ഒരു ദിവസം 1 day എന്ന് പറയുന്നത് 1440 മിനിറ്റ്സ് ആണ്. ഓക്കെ, ഇതല്ലേ നമ്മളോട് ചോദിച്ചത്. സോ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക. സോ ദാറ്റ്സ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു.